الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا أن دعوا للرحمن ولدا وما ينبغي للرحمن أن يتخذ ولدا ഏറെ ബഹുമാനമുള്ള വിശ്വാസിനികളെ, സത്യകർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കേവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ ജീവിതാന്ത്യം വരെ കഴിച്ചുകൂട്ടാനും ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചില ചെറിയ വാക്കുകൾക്ക് വലിയ അർത്ഥങ്ങളുണ്ടാകാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മളൊക്കെ പറയും, ആ വാക്ക് എന്നെ വല്ലാണ്ട് ഇരുത്തി ചിന്തിപ്പിച്ചു എന്നത്. സത്യത്തിൽ അങ്ങനെ ചില വാക്കുകളുടെ സമാഹാരമാണ് വിശുദ്ധ ഖുർആൻ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കലാമായ ആ ഖുർആനിന്റെ പൊരുളിലൂടെ, സന്ദേശങ്ങളിലൂടെ നാം കണ്ണോടിക്കാൻ അല്പനേരം ജീവിതത്തിൽ മാറ്റിവെക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ചില തിരിച്ചറിവുകളും കാഴ്ചപ്പാടുകളും ബസീറത്തും ഉൾക്കാഴ്ചയും ആ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുമെന്ന് മാത്രമല്ല, കാലങ്ങളായി നാം പേറുന്ന സങ്കടങ്ങൾക്കും സംശയങ്ങൾക്കും ആധികൾക്കും ഒരു അറുതി, ഒരു പരിഹാരമായി ആ ഖുർആൻ വർത്തിക്കും എന്നുള്ളതാണ്. ഒരു സ്വഹാബി എല്ലാ നമസ്കാരത്തിലും ഓതിയിരുന്ന ഒരു കൊച്ചു സൂറത്തുണ്ടായിരുന്നു. ആളുകളെല്ലാം പരാതിപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്താണ് താങ്കളെ ഈ സൂറത്ത് പാരായണം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നി ഉഹിബ്ബുഹ, ഞാൻ ആ സൂറത്തിനെ ഇഷ്ടപ്പെടുന്നു. ലിഅന്നഹ സിഫത്തുർ റഹ്മാനി അസ്സ വജൽ, അത് പരമകാരുണ്യകനായ പടച്ചറബിന്റെ വിശേഷണങ്ങളാണ് ആ സൂറത്തിലുള്ളത്. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള അങ്ങയുടെ ഇഷ്ടം അങ്ങയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നു സഹോദരന്മാരെ ആ സൂറത്ത്? വിശുദ്ധ ഖുർആനിന്റെ 112-ാമത്തെ അധ്യായം സൂറത്തു ഇഖ്ലാസ് ആണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖുർആനിൽ ചില ആയത്തുകൾക്ക്, ചില സൂറത്തുകൾക്ക് പ്രത്യേക മഹത്വം കൽപ്പിച്ചതിൽ എടുത്തു പറയാവുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ഹിജ്റക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട മക്കിയായ ആ സൂറത്ത് വളരെ പരിമിതമായ അക്ഷരങ്ങളുടെ ഒരു കൂട്ടമാണെങ്കിലും വിശാലമായ ആശയങ്ങളും
ഖുർആനിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു അധ്യായവുമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് അലാ ഖില്ലത്തി ഹുറൂഫിഹാ അദീമത്തുൽ മആനി. ഖുർആനിലെ മറ്റു സൂറത്തുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ കുറച്ച് അക്ഷരങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിയ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. പക്ഷേ അതിലുള്ള അർത്ഥം, അതിന്റെ സാരം അതിമഹനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. വലം യരിദ് ഫീ ഫദ്ലി സൂറത്തിൻ മിൻ സുവരിൽ ഖുർആൻ മാ വറദ ഫീ ഫദ്ലിഹാ. ഖുർആനിൽ മറ്റു സൂറത്തുകളെക്കുറിച്ച് ഒന്നും ഈ സൂറത്തിനുള്ള അത്ര മഹത്വമായിട്ട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് പണ്ഡിതന്മാർ ഈ സൂറത്തിനെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സൂറത്തിനെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി ഇന്നഹാ ലതഅദിലു സുലുസൽ ഖുർആൻ. ഖുർആനിന്റെ 1/3 ഈ സൂറത്തുൽ ഇഖ്ലാസ്. വിശുദ്ധ ഖുർആനിന്റെ ഇതിവൃത്തം തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഇവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കുകയുണ്ടായി, സ്വഹാബത്തെ, അയ്യുഅ്ജിസു അഹദുകും അൻ യഖറഅ സുലുസൽ ഖുർആൻ ഫീ ലൈല. ഒരു രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഓതി തീർക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് 2000 ചില്ലാനം ആയത്തുകൾ ഒരു രാത്രിയിൽ ഓതി തീർക്കാൻ നിങ്ങൾക്ക് പ്രയാസമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാണ്, വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് ഉൾക്കൊള്ളുന്ന സൂറത്തുൽ ഇഖ്ലാസ് അത് സുലുസുൽ ഖുർആനാണ്. നിങ്ങൾക്ക് രാത്രിയിൽ ഖുർആനിന്റെ 1/3 ഓതി തീർക്കാനുള്ള പ്രയാസം ഇതിലൂടെ പരിഹരിക്കപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്നല്ലാഹ ജസഅൽ ഖുർആന 3 അജ്സാഇൻ ഫജഅല ഖുൽ ഹുവല്ലാഹു അഹദ് ജുസ്അൻ മിൻ അജ്സാഇൽ ഖുർആൻ. ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആക്കി തിരിച്ചിട്ടുണ്ട്. ആ 3 ആക്കി തിരിച്ചതിൽ ഒരു ഭാഗം അത് സൂറത്തുൽ ഇഖ്ലാസ് ആണ് എന്നാണ് പറയുന്നത്. സഹോദരന്മാരെ, ആ സൂറത്തുൽ ഇഖ്ലാസ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, സ്വർഗ്ഗത്തിലൊരു വീട് ലഭിക്കാൻ നിങ്ങൾക്ക് വിവിധങ്ങളായ മാർഗങ്ങളിൽ നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ഒരു മാർഗം ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ 10 തവണ പാരായണം ചെയ്താൽ അതിലൂടെ നമുക്ക് സ്വർഗ്ഗത്തിലൊരു ഭവനം ലഭിക്കുമെന്ന് സ്വഹീഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള അള്ളാഹുവിന്റെ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമിഅ റജുലൻ യഖൂലു അല്ലാഹുമ്മ ഇന്നി അസ്അലുക അന്നി അശ്ഹദു അന്നക അൻത അല്ലാഹു ലാ ഇലാഹ ഇല്ല അൻത അൽ അഹദ് അസ്സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഫഖാല ലഖദ് സഅൽത അല്ലാഹ ബിഇസ്മിൻ ബിൽഇസ്മി അല്ലദീ ഇദാ സുഇല ബിഹി അഅതാ വഇദാ ദുഇയ ബിഹി അജാബ്. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലഖദ് സഅൽത അല്ലാഹ ബിൽ ഇസ്മി അല്ലദീ, താങ്കൾ അല്ലാഹുവിനോട് ചോദിച്ചതായിട്ടുള്ള അല്ലാഹുവിന്റെ ഈ നാമങ്ങളുണ്ടല്ലോ, ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇദാ സുഇല ബിഹി അഅതാ വഇദാ ദുഇയ ബിഹി അജാബ്. താങ്കൾ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചാൽ താങ്കൾക്ക് നൽകപ്പെടും, അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെട്ടാൽ അതിന് ഉത്തരം ലഭിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ അൽ അഹദ് അസ്സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഉത്തരം കിട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയത് ഈ സൂറത്തിന്റെ അതിനകത്തുള്ള വാചകങ്ങളുടെ പ്രത്യേകത തന്നെയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അഖറഅ ബിൽ മുഅവ്വിദാത്ത് ദുബുറ കുല്ലി സ്വലാത്തിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅവ്വിദാത്തുകൾ എല്ലാ നമസ്കാരത്തിന് ശേഷവും എന്നോട് പാരായണം ചെയ്യാൻ കൽപ്പിച്ചിരുന്നു. മുഅവ്വിദാത്ത് എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും ഉൾക്കൊള്ളുന്ന ഈ 3 സൂറത്തുകളാണ് മുഅവ്വിദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെയും വൈകുന്നേരവും ഇത് പാരായണം ചെയ്യാൻ കൽപ്പിച്ചു. എല്ലാ 5 നേര നമസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇത് പ്രാർത്ഥിക്കാൻ വേണ്ടി, ചൊല്ലാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈനി ഹീന തുംസി വ ഹീന തുസ്ബിഹ് 3 മററാത്ത് തക്ഫീക മിൻ കുല്ലി ഷൈ. രാവിലെയും വൈകുന്നേരവും, അതായത് സൂര്യൻ ഉദിക്കും മുമ്പ് പ്രഭാതത്തിലും സൂര്യൻ അസ്തമിക്കും മുമ്പ് പ്രദോഷത്തിലും അവസാനത്തെ 3 സൂറത്തുകൾ 3 തവണ നീ പാരായണം ചെയ്താൽ തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിൽ നിന്നും താങ്കൾക്ക് അത് മതിയായതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും മഹനീയമായ ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ കിടക്കുമ്പോൾ ചൊല്ലേണ്ട അദബുകൾ പഠിപ്പിച്ചപ്പോൾ കാന ഇദാ അവ ഇലാ ഫിറാശിഹി
كل ليلة جمع كفيه ثم نفث فيهما فقرأ فيهما قل هو الله أحد قل أعوذ برب الفلق وقل أعوذ برب الناس ثم يمسح بهما ما استطاع من جسده يبدأ بهما على رأسه ووجهه وما أقبل من جسده يفعل ذلك 3 مرات. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പറയിലെ സുന്നത്തുകൾ പഠിപ്പിക്കുകയാണ്. റസൂലുള്ള ഫിറാശിലേക്ക് അണഞ്ഞാൽ 2 കൈകളും ചേർത്ത് പിടിക്കും, എന്നിട്ട് അതിലേക്ക് ഊതും, എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് 3 സൂറത്തുകളും ഓതിയിട്ട് ശരീരമാസകലം തടവും. മുഖത്തു നിന്ന് തുടങ്ങി തലയിൽ നിന്ന് തുടങ്ങി മൊത്തം ശരീരത്തിന്റെ മുമ്പും പിമ്പും കൈയെത്തുന്ന എല്ലായിടങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവും. എന്നിട്ട് യഫ്അലു ദാലിക 3 മർറാത്ത്, ഇതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മന്ത്രമാണിത്. ഇസ്ലാമിൽ മന്ത്രമുണ്ട്, മന്ത്രവാദമില്ല. ഇസ്ലാമിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ, ഊത്തുകൾ, തടവലുകൾ, ഇതെല്ലാം എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സഹീഹായ ഹദീസിന്റെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു കാര്യം എപ്പോഴാണ് അന്ധവിശ്വാസമാകുന്നത്? ആ കാര്യത്തിന് തെളിവിന്റെ അഭാവമുണ്ടാകുമ്പോഴാണ് അത് അന്ധവിശ്വാസമാകുന്നത്. ആർക്കെങ്കിലും 4 പേർക്ക് തോന്നി എന്നതുകൊണ്ട് ഇസ്ലാമിലുള്ള ഒരു കാര്യം അന്ധവിശ്വാസമാകാൻ പോകുന്നില്ല. മറിച്ച് പ്രമാണത്തിന്റെ പിൻബലമുണ്ടോ അത് വിശ്വാസമാണ്. എന്താ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം? സ്വർഗത്തെക്കുറിച്ചുള്ള വിശ്വാസം, നരകത്തെക്കുറിച്ചുള്ള വിശ്വാസം. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. എല്ലാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് സ്പർശിച്ചും അനുഭവിച്ചും നമ്മൾ വിശ്വസിക്കുന്നതല്ല എല്ലാ വിശ്വാസങ്ങളും. പിന്നെ എന്താണ്? ഖുർആനിന്റെ പ്രവാചക വചനങ്ങളുടെ സ്വഹീഹായ വിശദീകരണങ്ങളുടെ അവലംബത്തിലാണ് നാം നമ്മുടെ വിശ്വാസത്തെ കെട്ടിപ്പടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാൻ പോകുമ്പോൾ പഠിപ്പിച്ച മന്ത്രമാണിത്. ഈ മന്ത്രം അവിടെ ഖുൽ ഹുവല്ലാഹു അഹദും ഫലഖും നാസുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഓതിയിരുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. നബിയുന ഹബീബുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന അവസാന നിമിഷത്തിൽ അവിടുത്തെ വേദനകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിലേക്ക് ഈ സൂറത്തുകൾ ഓതിയിട്ട് ഊതിക്കൊടുത്ത് നബിയുടെ കൈകൾ കൊണ്ട് തന്നെ ക്ഷീണിതനായ റസൂലിന്റെ കൈകൾ കൊണ്ട് പ്രവാചകന്റെ ദേഹമാസകലം തടവിക്കൊടുത്തതും ചരിത്രത്തിൽ നമുക്ക്, ഹദീസുകളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതെല്ലാം ഈ ഒരു സൂറത്തിന്റെ മഹനീയതയെ എടുത്തു കാണിക്കുന്നതാണ്. മാത്രമല്ല ഈ സൂറത്തുകൾ പ്രത്യേക സമയത്ത് നമ്മളോട് പാരായണം ചെയ്യാൻ ആവശ്യപ്പെടുകയുണ്ടായി. വിത്ർ നമസ്കാരത്തിൽ, അതുപോലെ തന്നെ ഫജ്റിന്റെ 2 റക്അത്തിൽ, തവാഫിന്റെ നമസ്കാരത്തിൽ, ഇങ്ങനെയെല്ലാം ഈ സൂറത്ത് പ്രത്യേകമായി എടുത്ത് പാരായണം ചെയ്യാനും കൂടെ നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഇത്രയധികം മഹത്വമുണ്ടാകാൻ കാരണം എന്താണ്? ഫഇന്നഹ സിഫത്തുർ റഹ്മാൻ, ആ സഹാബി പറഞ്ഞതിന്റെ ആശയമാണ് യഥാർത്ഥത്തിൽ അതിനുള്ള കാരണം. ഫഇന്നഹ സിഫത്തുർ റഹ്മാൻ, പരമകാരുണികനായ പടച്ചിറബിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വർണ്ണനയാണ് ഈ സൂറത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത്. ഖുൽ, നബിയെ താങ്കൾ പറയുക, ഹുവല്ലാഹ്, അവനാകുന്നു സാക്ഷാൽ ആരാധ്യൻ, അഹദ്, അവൻ ഏകനാകുന്നു എന്നാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല. ഇലാഹ് എന്നതിന്റെ കൂടെ അലിഫും ലാമും ചേരുമ്പോൾ അതിനർത്ഥം സാക്ഷാൽ ആരാധ്യനെന്നാണ്. സാക്ഷാൽ ആരാധ്യനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏകനാണ്. അവൻ ഏകനാണെന്ന് പറയുമ്പോൾ എല്ലാം കൊണ്ടും അവൻ ഏകനാണ്. അവന്റെ ദാത്ത് കൊണ്ട്, അവന്റെ രൂപം കൊണ്ട്, അവന്റെ സിഫാത്തുകൾ കൊണ്ട്, അവന്റെ വിശേഷണങ്ങൾ കൊണ്ട്, അവന്റെ നാമങ്ങൾ കൊണ്ട്, അവന്റെ ഗുണങ്ങൾ കൊണ്ട്, അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അവന്റെ മഖാമ് കൊണ്ട്, അവന്റെ ഉയർച്ച കൊണ്ട്, എല്ലാം കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏകനാണ്. അവിടെ പിന്നീട് ധാരാളം ആളുകളില്ല. ധാരാളം ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ലഫസദത, ആകാശഭൂമികളിലെ അവസ്ഥകൾ ആകെ കുഴപ്പമാകുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്ത് അംബിയായിൽ മക്കയിലെ സത്യനിഷേധികൾക്ക് മറുപടി പറയവേ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അല്ലാഹു ഏകനാണ്. കുറെ ദൈവങ്ങൾ എന്ന സങ്കല്പം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ബഹുദൈവാരാധനയെ ഇസ്ലാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചിരുന്നവരായിരുന്നു മക്കയിലുള്ള മുശ്രിക്കുകൾ. അവരെയാണ് ഖുർആൻ വിളിച്ചത് യാ അയ്യുഹൽ കാഫിറൂൻ, ഹേ സത്യനിഷേധികളെ. ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു, ഞാൻ നിങ്ങൾ ആരാധിക്കുന്നതിനെ ആരാധിക്കുന്നില്ല. എന്തേ അവർ അല്ലാഹുവിനെ ആരാധിച്ചിരുന്നില്ലേ? അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ ആരാധിച്ചിരുന്നില്ലേ? അതെ. പക്ഷേ ശിർക്ക് കലർന്നപ്പോൾ അവരുടെ അല്ലാഹുവിനുള്ള ആരാധന ബാത്തിലായി. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല. എന്തേ അവർ അല്ലാഹുവിനെ ആരാധിച്ചിരുന്നില്ലേ? അതെ. എന്നിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തേ അങ്ങനെ പറഞ്ഞു? നിങ്ങൾ ആരാധിക്കുന്ന അല്ലാഹുവിനെ ഞാൻ ആരാധിക്കുന്നുണ്ട് എന്ന് പറയാതെ നിങ്ങൾ ആരാധിക്കുന്ന ഒന്നിനെയും ഞാൻ ആരാധിക്കുന്നില്ല എന്നും ഞാൻ ആരാധിക്കുന്ന ഒന്നിനെയും നിങ്ങൾ ആരാധിക്കുന്നില്ല എന്നും പറയാൻ കാരണം എന്താണ്? ശിർക്ക് കലർന്നാൽ അത് അല്ലാഹുവിനുള്ള ആരാധനയല്ല. സൂര്യനും ചന്ദ്രനും അല്ലാഹുവിന്റെ ആയാത്തുകളാണ്.
അതുകൊണ്ട് വസ്ജുദൂ ലില്ലാഹി അല്ലദീ ഖലഖഹുന്ന ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവയെ സൃഷ്ടിച്ച സൃഷ്ടാവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ദൈവത്തെയാണ് ആരാധിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരോടും വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് അതെല്ലാം ദൈവത്തിലേക്കുള്ള ആരാധനയാണെന്ന് പറയരുത്. നിങ്ങൾ അല്ലാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ എല്ലാറ്റിനെയും സൃഷ്ടാവായ പടച്ചറബിനെ ആരാധിക്കണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അവൻ ഏകനാണ്. ഹുവൽ വാഹിദ് അൽ അഹദ് അല്ലദീ ലാ നദീറ ലഹു വലാ വസീറ വലാ നദീറ വലാ ശബീഹ വലാ അദീൽ. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുക്ക് ഒരു ശബീഹ്, ഒരു സാദൃശ്യമുള്ള ഒരാൾ, അതുപോലത്തെ രൂപമുള്ള ഒരാൾ, അതുപോലത്തെ കോലമുള്ള ഒരാൾ, അല്ലാഹുവിന് എന്തെങ്കിലും തരത്തിലുള്ള മന്ത്രിമാരോ അതുപോലെ തന്നെയുള്ള മറ്റ് സംഗതികളോ ആവശ്യമില്ല എന്നാണ് അതിന്റെ അർത്ഥമായിട്ടുള്ളത്. രണ്ടാമത്തെ ആയത്ത് എന്താണ്? അല്ലാഹു സമദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരുത്തനെയും ആശ്രയിക്കേണ്ടതില്ലാത്ത വിധം പരാശ്രയമുക്തനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലാ യസ്മദു ഇലൈഹിൽ ഖലായിഖ് ഫീ ഹവായിജിഹിം വ മസായിലിഹിം, അല്ലാഹുവിൽ ഒരു ആവശ്യത്തിനും ഒരു സൃഷ്ടിയുടെയും ആവശ്യം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജുനൂദാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതെന്തിനാണ്? അല്ലാഹുക്ക് ചില സുന്നത്തുകളുണ്ട്. അല്ലാഹുക്ക് നമുക്ക് ഉപജീവനം നമ്മൾ ജോലിക്ക് പോകാതെ തന്നെ തരാനുള്ള കഴിവുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമം എന്താണ്? നമ്മൾ അന്വേഷിക്കണം, നമ്മൾ തേടണം, നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കണം. അത് അല്ലാഹു വെച്ച ഒരു നിബന്ധനയാണ്, ഒരു നിയമമാണ്. ഇതുപോലെ അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് സുന്നത്തുകളുണ്ട്. അതിന്റെ ഭാഗമാണ് ഇത്തരം മസ്ഊലിയത്തുകൾ മലക്കുകൾക്ക് നൽകിയിരിക്കുന്നത്. മലക്കുകൾ ഇല്ലെങ്കിൽ അല്ലാഹുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നോ ഒന്നുമില്ല. മലക്കുകളാകട്ടെ അവരുടെ കഴിവുകൾ കൊണ്ടോ മറ്റൊന്നും ചെയ്യുന്നതുമല്ല, അല്ലാഹു അവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ്. അല്ലാഹുവിന്റെ കീഴിലുള്ള ഒരു സൃഷ്ടികളെ അവന്റെ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നത് അല്ലാഹുക്ക് അവന്റെ സൃഷ്ടികളെ ആവശ്യമായതുകൊണ്ടാണ്, അത്യാവശ്യമായതുകൊണ്ടാണ് അങ്ങനെയെന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും വായിക്കുമോ? മലക്കുകൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ആ മലക്കുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ കഴിവുകൾ അല്ലാഹു കൊടുത്തതാണ്. അതുകൊണ്ട് അല്ലാഹു കൊടുത്ത ആ കഴിവ് ഉപയോഗിച്ച് അല്ലാഹു പറയുന്ന ഡ്യൂട്ടീസ് നിർവഹിക്കുന്ന മലക്കുകളെ അല്ലാഹു ഉണ്ടെങ്കിലേ അള്ളയാകൂ എന്ന് ബുദ്ധിയുള്ള ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ? ഒരിക്കലുമില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു ഒരാളെയും ആശ്രയിക്കാത്തവനാണ്. വഹുവ യുജീറു വലാ യുജാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും സംരക്ഷിക്കുന്നവനാണ്. അവനെ സംരക്ഷിക്കാൻ ഒരുത്തന്റെയും ആവശ്യമില്ല. വലിയ വലിയ ജനപഥത്തെ നശിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ യഖാഫു ഉഖ്ബാഹ. സമൂദ് ജനതയെ നശിപ്പിച്ചതിന്റെ പേരിൽ, ആദിനെ നശിപ്പിച്ചതിന്റെ പേരിൽ ആരെങ്കിലും എനിക്കെതിരെ നിയമ നടപടി എടുക്കുമെന്ന് ഞാൻ ഭയക്കുന്നില്ല. വലാ യഖാഫു ഉഖ്ബാഹ. അവരെയെല്ലാം ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്തതിന്റെ പേരിൽ എനിക്കെന്തെങ്കിലും പരിക്കുണ്ടാകുമെന്ന് ഞാൻ ഭയക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഒരുത്തനെയും ഭയക്കേണ്ടതില്ലാത്ത, ഒരാളും തന്നെ അധികാരം തട്ടിയെടുക്കാനില്ലാത്ത, അധികാരത്തിന്റെ, കഴിവിന്റെ, യോഗ്യതയുടെ, ഉയർച്ചയുടെ ഉത്തുംഗ പദവിയിൽ നിൽക്കുന്ന പടച്ചറബ് അവൻ സ്വയം കഴിവുള്ളവനാണ്. അവൻ ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ലം യലിദ് വലം യൂലദ്. അവന് ജന്മം നൽകിയിട്ടില്ല, അവന് ജനിച്ചിട്ടുമില്ല. അതായത് ലൈസ ലഹു വാലിദുൻ വലാ വലദുൻ വലാ സാഹിബ. നമ്മളൊക്കെ ജീവിക്കുന്ന പോലെ മാതാപിതാക്കളും ഭാര്യ ഭർത്താക്കന്മാരും ബന്ധുമിത്രാദികളുമായിട്ട് ജീവിക്കുന്ന ഒരു സിസ്റ്റം അല്ല അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം. അവൻ അഹദാണ്. അവനുമായിട്ട് ഒരാൾക്കും സാദൃശ്യമില്ല. അവന്റെ ഒന്നും തന്നെ പടപ്പുകൾക്കില്ല. അങ്ങനെയിരിക്കെ പടപ്പുകളുടെ ഇണകത്വത്വ സങ്കല്പം, സന്താനോൽപാദനം, ഇതൊക്കെ അള്ളാഹുവിന് ഒരിക്കലും എങ്ങനെയെങ്കിലും യോജിക്കോ? ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവൻ ഒരിക്കലും തന്നെ ജന്മം നൽകിയിട്ടില്ല, ആരെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അതായത് പിതാവല്ല, അതുപോലെ തന്നെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാതാപിതാക്കളുമില്ല. ചില ആളുകൾ ചോദിക്കും, എല്ലാം ഉണ്ടാക്കിയത് അല്ലാഹു ആണെങ്കിൽ ആരാണ് അല്ലാഹുവിനെ ഉണ്ടാക്കിയത്? എത്ര വിവരം കെട്ട ചോദ്യമാണത്. എല്ലാം ഉണ്ടാക്കിയവൻ എന്ന വിശേഷണം പറയുന്ന ഒരാളെ ഉണ്ടാക്കാൻ ഒരാൾ ഉണ്ടാകാൻ പാടുണ്ടോ? കാരണം അങ്ങനെയെങ്കിൽ ആ ഉണ്ടാക്കിയ ആളാണ് ആരാണോ അയാളല്ലേ എല്ലാം ഉണ്ടാക്കിയ ആള്. അൽ ഖാലിഖ് അൽ മാലിക് അൽ മുദബ്ബിർ. അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും സൃഷ്ടാവ്, നിയന്താവ്, ഉടമസ്ഥനാണ് അല്ലാഹു എന്ന് പറയുമ്പോൾ പിന്നെ ആ ഉടമസ്ഥന്റെ മുകളിൽ, ആ സൃഷ്ടാവിന്റെ മുകളിൽ, ആ കൈകാര്യകർത്താവിന്റെ മുകളിൽ ഒരാളുണ്ടെങ്കിൽ അയാളല്ലേ റബ്ബ്. അല്ലാഹു എങ്ങനെ റബ്ബാവും? മാത്രവുമല്ല, അങ്ങനെ ചോദിച്ചു പോയാൽ എവിടെയാണ് ഈ ഒരു വിശ്വാസത്തിനൊരു അറ്റം? അല്ലെ, എല്ലാത്തിനൊരു അറ്റം വേണല്ലോ. ഇങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ എന്താകും അവസ്ഥ? മനുഷ്യന്റെ പ്രയാസങ്ങൾക്കും മനുഷ്യന്റെ പ്രതിസന്ധികൾക്കും ഒരു അത്താണിയില്ലാത്ത, അല്ലെ, ഒരാളും ഗൈഡ് ചെയ്യാനില്ലാത്ത, ഒന്നിനും ഒരു ആധികാരികതയില്ലാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയില്ലേ? അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏകനാണ്. അവൻ പൂർണ്ണ കഴിവിന്റെ ഉടമസ്ഥനാണ്. ഒരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്തവനാണ്. അവൻ ഒരാളുടെയും മകനല്ല, ഒരാളുടെയും പാരന്റുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി ആരും തന്നെയില്ല. മനുഷ്യന് മാക്സിമം കമ്പയർ ചെയ്യാൻ പറ്റിയ മനുഷ്യനുമായി ബന്ധപ്പെട്ടാണ്. മനുഷ്യന്റെ ഇടപെടലുകളും മനുഷ്യന്റെ കഴിവുകളും മനുഷ്യന്റെ സിദ്ധികളും പിന്നെ മനുഷ്യൻ കണ്ടെത്തിയ ടെക്നോളജികളും മറ്റു കാര്യങ്ങളും അവനായിട്ട് ഗവേഷണം നടത്തി ഉണ്ടാക്കിയിട്ടുള്ള അവന്റെ വിജ്ഞാനങ്ങളും വെച്ചിട്ടേ നമുക്ക് കമ്പയർ ചെയ്യാനും ചിന്തിക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാഹ് അതിന്റെയൊക്കെ മുകളിലാണ്. എന്താ ആയത്തുൽ കുർസി?
അൽ കുർസി വസിഅ കുർസിയ്യുഹു സ്സമാവാതി വൽ അർദ്. 7 ആകാശവും 7 ഭൂമിയും ഉൾക്കൊള്ളാൻ വിശാലമാണ് അല്ലാഹുവിന്റെ കുർസി. ആ കുർസി അർശിലേക്ക് വെച്ചാൽ കുർസി ചെറുതായി പോകും. അപ്പോൾ അർശിന്റെ വലിപ്പം എത്രയാണ്? അപ്പോൾ അതിൽ അർ റഹ്മാനു അൽ അർശിസ്തവ എന്ന് പറഞ്ഞ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര മഹോന്നതനാണ്. അക്ബർ എന്ന് പറയുമ്പോൾ എത്ര വലിയവനാണ്. അഅ്ദം എന്ന് പറയുമ്പോൾ എത്ര മഹാനാണ്. അൽ അസീസ് അൽ ജബ്ബാർ അൽ മുതകബ്ബിർ എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ വിശാലത എത്രത്തോളമാണ്. അത് ഇത്തിരി പോന്ന മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ കൊടുത്ത അള്ള കൊടുത്ത തലച്ചോറ് കൊണ്ട്, അള്ള കൊടുത്ത കണ്ണുകൊണ്ട്, അള്ള കൊടുത്ത കാതുകൊണ്ട്, അള്ള കൊടുത്ത ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ട് അള്ള ഇല്ലെന്ന് പറയാൻ മാത്രം, അള്ളാഹുവിന്റെ കഴിവുകളെ ചുരുക്കിക്കാണാൻ മാത്രം, അള്ളാഹുവിനെ പടപ്പുകളിലേക്ക് കമ്പയർ ചെയ്യാൻ മാത്രം, സാധാരണ മനുഷ്യന്മാരെ അള്ളാഹുവിലേക്ക് ചേർത്തു വെക്കാൻ മാത്രം, പടച്ച റബ്ബിനോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമെന്ന് പറയാൻ മാത്രം വിഡ്ഢികൾ ആരാണ് ഈ മണ്ണിന്റെ മീതെയുള്ളത്? അതുകൊണ്ട് അള്ളാഹുവിനെ അറിഞ്ഞ ഒരാൾക്കും തന്നെ ആ ഒരു അർത്ഥത്തിൽ വർണ്ണിക്കാനോ വിശദീകരിക്കാനോ സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും മീതെയായ, എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനായ, ഏകനായ, മറ്റൊരാളെയും ആശ്രയിക്കേണ്ടതില്ലാത്ത, ഒരാളുടെയും പിതാവല്ലാത്ത, ഭർത്താവല്ലാത്ത, ഏതെങ്കിലും തരത്തിലുള്ള കുടുംബമായി ജീവിക്കുന്ന ആളല്ലാത്ത ഏകനാണ്. അവന് തുല്യമായി ആരും തന്നെ ഇല്ല എന്ന ഈ ഖുർആനിന്റെ ഈ സൂറത്തിന്റെ ആശയ സമ്പുഷ്ടി കൊണ്ടാണ് ഈ സൂറത്തിൽ ഇത്രയും വലിയ മഹത്വമുണ്ടായതെന്ന് പഠിക്കാനും മനസ്സിരുത്താനും അത് ഉറച്ചു വിശ്വസിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സട്ടാവിനെ മനസ്സിലാക്കാത്തവർ, അവർക്കെപ്പോഴും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ പ്രബോധനത്തിന് വേണ്ടി കടന്നു വരികയും അള്ളാഹുവിന്റെ നാമഗുണവിശേഷണങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് ആരാധനകൾ അഖിലവും അള്ളാഹുവിലേക്ക് മടക്കണം എന്ന് തന്റെ ജനതയോട് പറയുകയും ചെയ്തപ്പോൾ, ആ പടച്ചറബിൽ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്നും ആ പടച്ചറബിന് ചില ശരീക്കുകളെ അവൻ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അവരോടാണ് ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയും ശുപാർശയ്ക്ക് വേണ്ടിയും അള്ളാഹുവിന്റെ അടുപ്പക്കാരായ ആ ശരീക്കുകളോടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നുമായിരുന്നു മക്കയിലെ നിഷേധികൾ പറഞ്ഞിരുന്നത്. അവരോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ ഖദറുല്ലാഹ് ഹഖ്ഖ ഖദ്രി, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ്. മുസ്ലിം ഉമ്മത്തി എന്ന് മാത്രമല്ല, ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും അള്ളാഹുവിനെ മനസ്സിലാക്കുന്നത് ശരിയായ നിലക്കല്ല. വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ, അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണ് അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് സൂറത്തു അൽ കഹ്ഫിൽ നമ്മളെല്ലാവരും ഓതുന്ന ആയത്താണ്. സൂറത്ത് അൽ കഹ്ഫ് വെള്ളിയാഴ്ച നമ്മൾ സുന്നത്തായി ഓതുന്ന ആ സൂറയുടെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു എന്തിനാണ് ഈ ഖുർആൻ ഇറക്കിയത്? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്തതികളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവർക്കുള്ള താക്കീതാണ് ഈ ഖുർആൻ. സത്യവിശ്വാസികൾക്കുള്ള സുവിശേഷമാണ് ഖുർആൻ. അതോടൊപ്പം അല്ലാഹുവിൽ കുഫ്ർ വെക്കുന്ന, അല്ലാഹുവിന് സന്തതികളുണ്ടെന്ന് പറയുന്ന ആളുകൾക്കുള്ള താക്കീത് കൂടെയാണ് ഈ ഖുർആനിന്റെ അവതരണ ലക്ഷ്യം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹ്ക്ക് സന്തതികളുണ്ടെന്ന് പറഞ്ഞവരാരാണ്? വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്, ജൂതന്മാർ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ കുട്ടിയാണ്. വഖാലത്തിൽ നസാറ ഈസ ഇബ്നുല്ലാഹ്, നസാറാക്കൾ പറഞ്ഞു, ക്രൈസ്തവർ പറഞ്ഞു ഈസ അള്ളാഹുവിന്റെ കുട്ടിയാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞു മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ഈ മൂന്ന് വിഭാഗങ്ങൾക്കുമുള്ള താക്കീതാണ് വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സൂറത്ത് മറിയമിൽ അല്ലാഹു പറയുന്നത് വഖാലു തഖദർ റഹ്മാനു വലദൻ ലഖദ് ജിഅ്തും ഷൈഅൻ ഇദ്ദാ തകാദു അസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖറുൽ ജിബാലു ഹദ്ദാ അൻ ദഅഉ ലിർറഹ്മാനി വലദാ. അവർ പറയുന്നു അല്ലാഹു പരമകാരുണ്യകൻ സന്തതിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന്. അത് വളരെ വലിയൊരു അപരാധം തന്നെയാണ്. ആ ഒരു അപരാധം കാരണത്താൽ തകാദു അസ്സമാവാതു യതഫത്തർന മിൻഹു വതൻശഖുൽ അർദു വതഖറുൽ ജിബാലു ഹദ്ദാ. അത് നിമിത്തം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറായിരിക്കുന്നു. ഈ പ്രകൃതിക്ക് താങ്ങാനാവാത്ത ഗുരുതരമായ വാദമാണ് അള്ളാഹ്ക്കൊരു സന്തതിയുണ്ട് എന്നത്. ആകാശം പൊട്ടിപ്പിളരുകയും ഭൂമി വിണ്ടുകീറുകയും പർവ്വതങ്ങൾ തകർന്നു വീഴുകയും ചെയ്യുമാറുള്ള വാദമാണത്. അൻ ദഅഉ ലിർറഹ്മാനി വലദ, അവർ സന്തതികളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആകാശവും ഭൂമിയും അതുപോലെ തന്നെ പർവ്വതങ്ങളും തകർന്ന് തരിപ്പണമാകാറായി എന്നാണ് പറയുന്നത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിന് കൺക്ലൂഡ് ചെയ്യുന്നത്
വമാ യംബഗി ലിർറഹ്മാൻ അൻ യത്തഖിദ വലദ. അല്ലാഹുക്ക് ഒരു കുട്ടിയെ സ്വീകരിക്കുക എന്നത് ഒരിക്കലും കരണീയമായിട്ടുള്ള യോജിച്ച ഒരു കാര്യമല്ല എന്നാണ്. അല്ലാഹുക്ക് ഒരിക്കലും യോജിക്കാത്ത കാര്യമാണത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും ഉടമസ്ഥനുമായി എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നവനായി എല്ലാറ്റിന്റെയും മീതെയുള്ളവന് ഒരിക്കലും ഒരു കുട്ടി, ഒരു പാരന്റ്, ഒരു ഇണ, അതിലൂടെ ഒരു വാത്സല്യം, അതിലൂടെ കിട്ടുന്ന മാനസിക സന്തോഷം, ശാരീരികമായിട്ടുള്ള സെക്ഷൽ എന്റർടൈൻമെന്റ്സ്, മറ്റു കാര്യങ്ങൾ, ഇതൊന്നും അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആവശ്യമില്ല. അതൊക്കെ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം, മാ അഹദുൻ അസ്ബറു അലാ അദൻ സമിഅഹു മിനല്ലാഹ് യദ്ഊന ലഹുൽ വലദ് സുമ്മ യുആഫീഹിം വയർസുഖുഹും. അല്ലാഹ് എത്ര കാരുണ്യവാനും എത്ര ക്ഷമാലുവുമാണ്. അല്ലാഹ്ക്ക് ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കാണ് അവനൊരു കുട്ടിയുണ്ട് എന്നത്. അവനൊരു കുട്ടിയുണ്ട് എന്ന് പറഞ്ഞിട്ടും അല്ലാഹു അവർക്ക് ഭക്ഷണം നൽകുന്നു, അവർക്ക് വായുവും വെള്ളവും ജീവനും മക്കളും എല്ലാ ആഫിയത്തും അല്ലാഹു നൽകിക്കൊണ്ടേയിരിക്കുന്നു. അല്ലാഹു എത്ര ക്ഷമാലുവാണ്. അവനെ ഉപദ്രവിക്കുന്നത് അവൻ കേട്ടിട്ടും അവൻ നൽകിക്കൊണ്ടേയിരിക്കുന്നല്ലോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ശതമനി ഇബ്നു ആദം, ആദമിന്റെ പുത്രൻ എന്നെ കളവാക്കുകയും എന്നെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നു. എന്താണ് അവന്റെ ചീത്ത? എന്താണ് അവന്റെ ചീത്ത? വഅമ്മാ ശത്മുഹു ഇയ്യാഹ് ഫഖൗലുഹു ഇത്തഖദല്ലാഹു വലദ. അവൻ പറയുന്നു അല്ലാഹു കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു. വഅനൽ അഹദ് അസ്സമദ് ലം അലിദ് വലം ഊലദ് വലം യകുൽ ലീ കുഫുവൻ അഹദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, എന്റെ ദാസൻ ഞാൻ കുട്ടിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. അവൻ എന്നെ ചീത്ത പറയുകയാണ്, ഇതിലൂടെ അവൻ എന്നെ അപഹസിക്കുകയാണ്. ഞാൻ ഏകനാണ്, എനിക്കൊരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത സമദീയത്തിന്റെ ഉടമസ്ഥനാണ്. വലം അലിദ് വലം ഊലദ്, ഞാൻ ആരുടെയും മകനല്ല, എനിക്കാകട്ടെ സന്താനങ്ങളുമില്ല, എനിക്ക് തുല്യമായി മറ്റാരും തന്നെ ഇല്ല എന്നാണ്. സഹോദരങ്ങളെ, എത്ര ഗൗരവത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ പലപ്പോഴും മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും ഇതിന്റെ കൂടെ കൂടുന്നു എന്നത് വല്ലാത്തൊരു ഹതഭാഗ്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു മുന്നറിയിപ്പാണത്. ലതത്തബിഅന്ന സനന മൻ കാന ഖബലകും ശിബ്റൻ ബിശിബ്രിൻ വദിറാഅൻ ബിദിറാ. എന്റെ ഉമ്മത്ത് മുൻഗാമികൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റും. നബിയെ, നിങ്ങൾ ജൂത ക്രൈസ്തവരെയാണ് ഉദ്ദേശിച്ചത്? അല്ലാതെ പിന്നെ ആരെയാണ്? ജൂത ക്രൈസ്തവരെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എന്റെ ഉമ്മത്ത് പിൻപറ്റും. ആളുകൾ ഇന്ന് ആഘോഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിന് വസ്ത്രം വാങ്ങി, പ്രത്യേകമായിട്ടുള്ള തോരണങ്ങൾ തൂക്കി അതിന്റെ പരിപാടികൾ ആസൂത്രണം ചെയ്ത് മക്കൾ അതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യിച്ച് പലവിധ പരിപാടികളും ആലോചിക്കുമ്പോൾ ആകാശം വിണ്ടുകീറാറായ, ഭൂമി തകർന്നു പോകാറായ, അതുപോലെ തന്നെ പർവ്വതങ്ങൾ തകർന്ന് തരിപ്പണമാകാറായ ഗുരുതരമായ ഒരു പാതകത്തിന്, ഒരു ആരോപണത്തിന് കുടപിടിക്കാൻ എങ്ങനെയാണ് വിശ്വാസികളെ നമുക്ക് സാധിക്കുക? ഈ ഖുൽ ഹുവല്ലാഹു അഹദ് പാരായണം ചെയ്യുന്ന നമുക്ക് എങ്ങനെയാണ് ഇതിന് സാധ്യമാവുക? അള്ളാഹുവിനെ നോവുന്നു എന്ന് പറഞ്ഞ, അള്ളാഹുവിന് ഉപദ്രവമാണ് എന്ന് പറഞ്ഞ, അള്ളാഹു കോപിക്കുന്നു എന്ന് പറഞ്ഞ, അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങാൻ കാരണമായിട്ടുള്ള കുഫ്റിലേക്ക് നമ്മൾ ആപതിച്ചു പോകാൻ നിമിത്തമാകുന്ന ഈ ഒരു കാര്യത്തെ എങ്ങനെയാണ് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുക? സ്വർഗ്ഗക്കാർ നരകക്കാരെ കാണും. അവർ ചോദിക്കും, മസലക്കക്കും ഫീ സഖർ, എങ്ങനെ നിങ്ങൾ നരകത്തിലെത്തി? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അവർ പറയും ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല. വകുന്ന നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ വഴികേടിന്റെ വക്താക്കളുടെ കൂടെയായിരുന്നു. ഞങ്ങൾ വിട്ട് നടക്കാറില്ല. നമ്മൾ പ്രത്യേകിച്ച് ബോധമൊന്നുമില്ലാതെ എവിടെയൊക്കെ ഫെസ്റ്റിവൽ ഉണ്ടോ അവിടെയൊക്കെ നമ്മളെത്തും. അത് നമുക്ക് പറ്റുമോ പറ്റൂലെന്നൊന്നുമില്ല. തിന്നാനും കുടിച്ചാനും ചാടാനും ആടാനും പാടാനുള്ള വേദി എവിടെയുണ്ടോ അവിടെ നമ്മളെത്തും. അവിടെ ഹലാലും ഹറാമൊന്നും നോക്കാം. അപ്പൊ നമുക്ക് വല്ല ഫുഡല്ലേ, ഫുഡിനിപ്പോ എന്താ കുഴപ്പം? അതിനിപ്പോ നബിദിനായാലും ക്രിസ്മസ് ആയാലും ഓണായാലും ഒക്കെ നമ്മുടെ നാടിന്റെ ആഘോഷമാണ്. പിന്നെ ഇന്നത്തെ പൊതു സാധ്യത ഒക്കെ നമുക്ക് വേണം. എന്ത് വേണം? അതുകൊണ്ട് എന്താ കാര്യം? ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് മക്കയിൽ കാലുകുത്താൻ പെർമിഷൻ ഇല്ലാത്ത നാട്ടിൽ ഞാൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ച സ്വഹാബത്തിന്റെ പിന്മുറക്കാർക്ക് ഇത്തരമൊരു ആദർശത്തെ കടമെടുക്കേണ്ട എന്ത് ഗതികേടാണുള്ളത്? എന്ത് ഗതികേടാണുള്ളത്? ലക്കും ദീനുക്കും വലിയ ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നാ. ദീനിൽ ഒരു കോംപ്രമൈസും ഇല്ല. വഇൻ കുത്തിഅത ഔ ഹർരിക്ത, നിന്നെ ജീവനോടെ കൊന്നുകളഞ്ഞാലും നിന്നെ കത്തിച്ചു കളഞ്ഞാലും ശരി, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കല്ലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർദാഇന് കൊടുത്ത 9 വസിയത്തിൽ ഒന്നാമത്തെ വസിയത്താണ്. ദർ ഇസ് നോ കോംപ്രമൈസ്. ഇത് കുഫറും ശിർക്കുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അവിടെ കോംപ്രമൈസും ഇല്ല. അവിടെ ഒന്നുമില്ല, ഒന്നും ബാധിക്കില്ല. എന്ത് പരിക്ക് വന്നാലും ഞാൻ സഹിക്കും. എനിക്ക് എന്റെ വിശ്വാസമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് മക്കളുടെ കാര്യം നോക്കാൻ,
കടകളിലൊക്കെ കടകമ്പോളങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളുണ്ടാകും. അത് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി തൂക്കാൻ ഒരു വിശ്വാസിക്കാവില്ല. ഇത് തീവ്രവാദമല്ല, ഇത് ഭീകരവാദമല്ല. ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നത് എന്ത് ഭീകരവാദമാണ്? ഞാൻ ഒരു ക്രൈസ്തവനാണെന്ന് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം നൽകുന്നത് പോലെ ഒരു മുസ്ലിമിന് ഞാൻ മുസ്ലിമാണെന്ന് പറയാനും ഇസ്ലാമിന്റെ ആദർശം പറയാനുമുള്ള സ്വാതന്ത്ര്യം ഈ മണ്ണിലുണ്ട്. അത് പറഞ്ഞ് വ്യക്തമാക്കി നമ്മുടെ സഹപ്രവർത്തകരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളുടെ അധ്യാപകരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള മനസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. ഈ തനിച്ച കുഫ്രിലേക്ക്, ശിർക്കിലേക്ക് ഒരിക്കലും നമ്മൾ പോയിക്കൂടാ. ജാഗ്രത കാണിക്കേണ്ടതുണ്ട്. പടച്ചറബിന്റെ അദാബ് ഇറങ്ങുന്നതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഇഖ്ലാസിന്റെ ആ പൊരുൾ ശരിക്കും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് ആദർശഭദ്രത ഉറപ്പാക്കി നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ നല്ല ആഗ്രഹങ്ങൾ അള്ളാഹു സഫലമാക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാറ്റിലും അള്ളാഹു ബർക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. വിവിധങ്ങളായ മാനസിക ശാരീരിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദീനിൽ നമുക്ക് ഇൽമും യഖീനും ഇഖ്ലാസും ഇത്തിബാഉം എല്ലാം വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ രാജ്യത്ത് സമാധാനവും സന്തോഷവും ഐക്യവും സാഹോദര്യവും നിലനിർത്തി തരുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യുമാറാവട്ടെ. അത്തരം ദുരന്തങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇല്ലാതിരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സംരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.